നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. അഭിനയ സബരിയുടെ 5 പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കിയ നാടകത്തിലും സിനിമയിലും ഒരുപോലെ തിളങ്ങിയ നമ്മുടെ പ്രിയങ്കരനായ സ്വന്തം മാള അരവിന്ദനാണ് JB ജംഗ്ഷനിലെ അതിഥി. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. മാണച്ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. എപ്പോഴും കാലിന് ചെറിയൊരു പ്രശ്നമുണ്ട്. കാലിപ്പോൾ കുറേ നാളായി വേദന തുടങ്ങി, മുട്ടുവേദന. അപ്പോൾ അഭിനയിക്കുന്നുണ്ട്. ഞാൻ 3-4 പടം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എങ്ങനെയാലും ക്യാമറ സ്റ്റാർട്ട് ചെയ്താൽ എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ഓടും. ക്യാമറ സ്റ്റാർട്ട് ചെയ്താൽ കാലിന് വേദന പോവും. അപ്പോൾ എപ്പോഴും ഒരു ക്യാമറ വേണം. അല്ല, ക്യാമറ വേണ്ട, അല്ല മനസ്സിൽ വിചാരിച്ചാൽ മതിയല്ലോ ക്യാമറ എന്ന്. മനസ്സിൻ്റെ ഒരു ക്യാമറയല്ലേ? അത് തീർച്ചയായിട്ടും. ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്. ഈ അഭിമുഖത്തിൽ ചിലതൊക്കെ വലിയ അപകടമില്ലാത്തത് നമുക്ക് പങ്കിടണം. തീർച്ചയായിട്ടും. ശ്രീ മാള അരവിന്ദൻ മലയാള സിനിമയിൽ എത്രയോ പതിറ്റാണ്ടായി താങ്കൾ നിറഞ്ഞു നിൽക്കുന്നു. ഞാനിപ്പോൾ 36ാമത്തെ വർഷമാണ് സിനിമയിൽ മാത്രം. 56 വർഷത്തെ നീണ്ട അഭിനയം. അപ്പോൾ എൻ്റെ വയസ്സെത്ര കണക്ക് കൂട്ടരുത് കേട്ടോ. വയസ്സ് പക്ഷേ സിനിമയിൽ വന്ന ശേഷം ഓരോ വയസ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയത്. എനിക്കറിയാം ഇത് വീഴുമെന്ന്. അതിനുള്ള എല്ലാ കയ്യിലിരിപ്പും ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ. അതുണ്ട്. വയസ്സ് കുറയ്ക്കാനുള്ള ചില മാർഗങ്ങൾ കുറേശ്ശെ ഉണ്ട്. നാടകത്തിലേക്ക് വരുന്നു. അതിനു മുമ്പ് തബലയ്ക്ക് മേളിലായിരുന്നു പിടുത്തം. തീർച്ചയായിട്ടും. ഒരുപക്ഷേ നടൻ്റെ അഭിനയ സ്പന്ദനം ആദ്യം ഉണ്ടായത് തബലപ്പുറത്താണ്. തീർച്ചയായിട്ടും. ഞാനൊരു നാടകത്തിന് വേണ്ടി, അമേച്വർ നാടകത്തിന് വേണ്ടി തബല വായിക്കാൻ പോയതാണ്. എൻ്റെ കൂടെ കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ അത് എന്നിട്ടൊരു സ്പൈ വർക്ക് ഏജൻറ്റിൻ്റെ ഒരു റോള് ഒരാളുടെ ആബ്സൻസിൽ ഞാൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ അത് ചെയ്തു, അത് ഹിറ്റായി. പിന്നെ ഞാൻ അവിടെ നിന്ന് നാടകത്തിലേക്ക് വന്നു. നാടകത്തിൽ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും അത്ഭുതകരമായ സംഭവമാണ്. ഒരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത SP പിള്ള, മുതുകുളം, മണക്കുറ്റി, പങ്കജവല്ലി, അടൂർ പങ്കജം, ബഹദൂർ അടൂർവാസി, പിന്നെ കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്ന് പറയുന്ന മഹാനായ ഒരു നടൻ്റെ കൂടെ എനിക്ക് നാടകത്തിൽ അഭിനയിക്കാൻ പറ്റി. ബാസിയേട്ടനും ബഹദൂർക്കയും തമ്മിൽ നാടകത്തിൽ അഭിനയിച്ചിട്ടില്ല. ബാക്കി എല്ലാം മിക്കവാറും സിനിമ ആർട്ടിസ്റ്റുകളായിട്ട് നാടകത്തിൽ അഭിനയിച്ചതാണ്. അങ്ങനെ നാടകത്തിൽ വന്നു. PJ ആൻ്റണി ഏറ്റവും മഹാനല്ല, പുലിയല്ല, സിംഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. SP പിള്ളയായിരുന്നു. പക്ഷേ താങ്കളുടെ എൻ്റെ ഗുരു അദ്ദേഹം. അതെ. എങ്ങനെയായിരുന്നു SP പിള്ളയുടെ? SP പിള്ള ഞാൻ ആദ്യം ഭയന്നിരുന്നു. അങ്ങനെ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ആൾ നേരിട്ട് കണ്ടു കോട്ടയം നാഷണൽ തിയേറ്റേഴ്സിൽ. അവിടെ ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹം കൊണ്ട് കടുവാക്കുളാനുണ്ട്, PS ആചാരി, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് സെക്കൻഡ് ബെൽ, പിന്നെ യാത്ര എന്നീ 2 നാടകങ്ങൾ 2 വർഷം അഭിനയിച്ചു. അങ്ങനെ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ കയ്യിൽ നിന്ന് ഒരു അടിയും കിട്ടിയിരിക്കും. അടിക്കുന്ന സീനുണ്ട്, പക്ഷേ തെറ്റി അടിച്ച് പോയി, സൈഡ് പോയി. ആ വേദന പിന്നോട്ട് വന്നിരിക്കുക. അടിയുടെ വേദന ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. അതൊരു ഒരു ക്ലാസ്സായിരുന്നു. ഒരു ക്ലാസ്സായിരുന്നു നാടകത്തിൽ. അഭിനയ മേഖലയിലേക്ക് പ്രവേശിക്കുമെന്ന് അങ്ങനെ വല്ല ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷേ തബലയിൽ വലിയൊരു സംഭവം ആകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ആകസ്മികമായിട്ട് ഈ നാടകത്തിൽ തബല ഇരിക്കുന്ന സമയത്ത് ഒരാളുടെ ആബ്സൻസ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അയാൾക്ക് പകരം കയറിയുന്നത് അത് ഹിറ്റായി. അതിൻ്റെ തനിനിറം എന്ന് പറയുന്നത്. അയാൾ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ മാള അരവിന്ദൻ എന്നുള്ള നടനെ നമുക്ക് കിട്ടില്ലായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഞാൻ വേറെ മാളാരവിന്ദനാവും, തബലിസ്റ്റ് മാളാരവിന്ദനാവും. അത് തീർച്ചയാണ്. നമ്മുടെ ഈ അഭിനയ രംഗത്തുള്ള ഒരുപാട് പ്രതിഭകൾക്ക് താങ്കളോടൊപ്പം അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ തന്നെയും സ്വന്തം സ്ഥലപ്പേരിൽ ഒരാൾ അറിയപ്പെടുന്നത് നമ്മുടെ കലാരംഗത്ത് അപൂർവമാണ്. അത് ഏറ്റവും ഷോർട്ടസ്റ്റ് നെയിമാണ് മാള. 2 അക്ഷരമേ ഉള്ളൂ. മലയാള സിനിമയിലെ ഏറ്റവും ഷോർട്ടസ്റ്റ് നെയിമായ മാള എന്ന സ്ഥലനാമത്താൽ അറിയപ്പെടാൻ ഒരു ഭാഗ്യം. പണ്ട് K. കരുണാകരനോട് മത്സരിക്കുമ്പോൾ മാളയുടെ മാണിക്യം എന്നൊക്കെ അദ്ദേഹത്തിന് വിളിക്കുമായിരുന്നു. തീർച്ചയായിട്ടും. ഇപ്പോഴും അങ്ങനെ തന്നെ വിളിക്കുക. ഞാൻ ഗോമേതകം. പിന്നെ അത് ശരി. ഈ അഡ്രസ്സ് ഉണ്ടാക്കിയില്ലേ മാളയ്ക്ക്? ഞാൻ ഉണ്ടാക്കിയതല്ലേ, ആൾക്കാരുണ്ടാക്കിയതല്ലേ. അപ്പോൾ ഒരു ഭാഗ്യമല്ലേ. ഇത്രയും കാണാവുന്ന ആൾക്കാരുടെ കൂടെ മുഴുവൻ അഭിനയിക്കാനുള്ള, ഈ 4ാം തലമുറയിൽപ്പെട്ട ആൾക്കാരുമായിട്ട് കൂടെ അഭിനയിക്കാനുള്ള മാളക്കാർക്കും അല്ല ഭാഗ്യം. എൻ്റെ ഭാഗ്യം പറഞ്ഞാൽ എൻ്റെ കഴിവല്ല. അല്ല, താങ്കളുടെ ഭാഗ്യം മാത്രമല്ല, മാളക്കാരുടെ ഭാഗ്യം കൂടിയാണ്. അത് ഞാൻ പറയേണ്ട കാര്യമില്ല. അങ്ങനെ പറയുന്ന ഒരാളുണ്ട്, വേണമെങ്കിൽ ആരാണാവോ നോക്കാം നമുക്ക്. മാള അരവിന്ദൻ ജീവിച്ചിരുന്ന കാലത്ത് ജീവിച്ചിരുന്നവരിൽ ആരെങ്കിലും
മാണിക്കുമോ മരതകമോ ഒക്കെ മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചെറിയ ഇതുപോലെയുള്ളൊരു നാട്ടിൻപുറത്തുനിന്ന്, പക്ഷേ ഇപ്പോൾ നഗരമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്തു നിന്നൊക്കെ ഒരു നടൻ എത്തി കേരളം മുഴുവൻ അറിയപ്പെടുകയും കേരളത്തിലെ ജനങ്ങൾ എന്നും ഇഷ്ടപ്പെടുകയും ഓമനിക്കുകയും ചെയ്യുന്ന ഒരു നടനായി മാറുകയും ചെയ്യുന്നത് അപൂർവ ഭാഗ്യമാണ്. മറ്റാരുമല്ല, സാക്ഷാൽ മമ്മൂട്ടി ദ ഗ്രേറ്റ്. മമ്മൂട്ടി ദ ഗ്രേറ്റ്, കറക്റ്റാ. 5 നേരം നിസ്കാരവും പ്രാർത്ഥനയും ഒരുപാട് വെറൈറ്റി റോൾസ് ചെയ്യാനുള്ള മാനസിക സംഘർഷങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അതേ രൂപം പ്രാപിക്കുന്ന പരകായ പ്രവേശം എന്നൊക്കെ പറയുന്ന സിദ്ധാന്തത്തിൻ്റെ ഉപരിയായിട്ട് മൃതകായ പ്രവേശം എന്ന് പറയുന്ന സിദ്ധാന്തം ഉപയോഗിച്ചിട്ട് അഭിനയിക്കുന്ന ആളാണ്. ഒരു റോളല്ല വേറെ റോള്, ആ റോളല്ല വേറെ റോള്. അങ്ങനെ അദ്ദേഹമാണ് താങ്കളെ ഇപ്പോൾ ആദരിക്കുന്നത്. അറിയാം. മാളയുടെ മറ്റൊരു മരതകമാണ്, മാണിക്യമാണ് ഈ അരവിന്ദൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. താങ്കളുടെ പേര് ശ്രീ അരവിന്ദനാന്ന് ആർക്കും അറിയില്ല ഇപ്പം. തീർച്ചയായിട്ടും അതൊക്കെ പോയി. തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ മാള തന്നെ ശരണം. മതി, അതൊരു ഭാഗ്യമല്ലേ, വലിയൊരു ഭാഗ്യം. ഇവരുടെ കൂടെ ഒക്കെ അഭിനയിക്കാനുള്ള ഭാഗ്യമല്ലേ എനിക്ക്. അതാണ് എൻ്റെ കൂടെ അവർക്ക് അഭിനയിക്കാനുള്ള ഭാഗ്യമാണെന്ന് ഞാൻ പറയില്ല. ഇവരുടെ എല്ലാവരുടെയും കൂടെ അഭിനയിക്കാനുള്ള എൻ്റെ ഭാഗ്യം. ഈവൻ സുരാജ് വഞ്ഞാറമൂട്, പൃഥ്വിരാജ് വരെയുള്ള ആൾക്കാർ, ഈ യങ്സ്റ്റേഴ്സ് പോകുന്നുണ്ടല്ലോ, എന്താ പറയുക, ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയുന്നത്. ചെറുപ്പക്കാർക്ക് മാളച്ചേട്ടൻ്റെ കൂടെ അഭിനയിക്കാനൊരു ഹരാന്നാ പറയാം. ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, നുണ പറയത്. ഞാനുള്ള കറ്റിയാ പറഞ്ഞു. എന്താ കാരണം അറിയാം, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചേരുവകളൊക്കെ മാളച്ചേട്ടൻ്റെ കയ്യിലുണ്ട്. നാടകം നാടകം താങ്കൾ മനസ്സിലേറ്റി, നെഞ്ചിലേറ്റി, ഒരുപക്ഷെ നാടകത്തെ ഒരുപാട് കാലം അങ്ങ് ജീവിച്ചു. എനിക്ക് ഒരു നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ 7 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് ആക്ടർ അവാർഡ് 1978 ജ്യോതി വെങ്കിടാചലം തന്നു. ആദ്യത്തെ അവാർഡ് താങ്കൾക്കായിരുന്നോ? തീർച്ചയായിട്ടും ആദ്യത്തെ അവാർഡ് എനിക്കായിരുന്നു. വെരി ഗുഡ്, താങ്ക് യു. അതായത് മറ്റേ എന്താ പറയുക, സൂര്യസോമ എന്ന് പറയുന്ന നാടകത്തിൽ ഒരു സീൻ വെറും ബ്ലൂ കർട്ടൻ മാത്രമേ ഉള്ളൂ. അതൊരു എന്തായിരുന്നു അന്നത്തെ താങ്കളുടെ റോള്? എൻ്റെ റോള് ദാമോദര വാര്യർ എന്ന് പറയുന്നൊരു കൊട്ടാരം സൂക്ഷിപ്പുകാരനാണ്. ഡയലോഗ് ഓർമ്മയുണ്ടോ? പിന്നെ ഒന്ന് പറഞ്ഞാലോ. നാടകം കഴിഞ്ഞു, അറിഞ്ഞില്ലേ, എല്ലാവർക്കും പോയിക്കൂടെ, എന്തായി പറയണേ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ലൈനില്ല, ഒരു വാര്യറാണ്. അപ്പോൾ നാടകം കഴിഞ്ഞു എന്ന് ഓഡിയൻസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതൊരു കൊട്ടാരമായിരുന്നെന്നും ഇവിടെ ഇന്ന ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടെന്നും ഇരുന്നിരുന്നും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ സീൻ നമ്മളവിടെ കാണിച്ചു കൊടുക്കുക. ഓഡിയൻസായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണം. 15 മിനിറ്റ് ഒരാൾ ഇറങ്ങൂല. സിനിമയിൽ എന്തെങ്കിലും തെറ്റുപറ്റി കഴിഞ്ഞാൽ ഡയലോഗ് നന്നായിട്ട് പഠിക്കുമായിരുന്നു. അയ്യോ, സാധ്യമായിട്ട് പഠിക്കുമായിരുന്നു. ഇപ്പം പറ്റില്ല. തബലയിൽ വന്ന കാലഘട്ടത്തിൽ നിന്ന് തബല ഞാൻ പ്രൊഫഷണൽ ആക്കിയില്ല. ഞാൻ കുറച്ച് പഠിച്ചു. ഇവിടെ ഒരു തബലയുടെ ഒരു ഇല്ല, ഞാനത് പറയാം അവരെ പറ്റി. ആദിയിൽ വചനമുണ്ടായി, ആദി താളമുണ്ടായെന്ന് കേട്ടല്ലേ. ആ വചനം രൂപമായെന്ന് ബൈബിളിൽ പറയുന്നു. ഈ ആദ്യ താളം എവിടെ നിന്നുണ്ടായി? ശിവൻ എന്ന് പറയുന്ന മഹാദേവനിൽ നിന്ന് ഡമരു എന്ന് പറയുന്നൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, ഉടുക്ക്. അതിൽ നിന്ന് പരിവർത്തനം വന്നിട്ടാണ് തബലയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. ധ്രുവമട്ടിച്ച രൂപകാഹ ജംബ ത്രിപട ഏകജ അടതാള ഏകതാളച്ച സപ്തതാള പ്രകീർത്തനം എന്നാണ്. ധ്രുവം, മട്യം, രൂപകം, അട, ത്രിപട, ഏകം മുതലായ സപ്തതാളങ്ങളും അവയുടെ ജന്യതാളങ്ങളും വക്രതാളങ്ങളും അസുര വക്രതാളങ്ങളും കലർന്ന ഇന്ത്യൻ ഡ്രംസിലെ പ്രമുഖനായ ഇൻസ്ട്രുമെൻ്റാണ് തബല. തബലയല്ലത്രേ, തബോല, തബ്രുച വിരൽ, ബോൽ, സംസാരിക്കുക. ഒന്ന് സംസാരിച്ചാലോ തബലയിൽ? എന്താ ഗതദഗ്ധാഗനഗിനദാനഗതി താഗേന്ദരാനദാഗത്തട്ട് ഥാ ഗേന്ദ ഥ ഗേന്ദ ഥ തിരുതൂൻ തിരുതൂൻ ധതൂന തിരുതൂൻ ധതൂന തിരുതൂൻ ധതൂന ദാദിൻ ദിന്ന തിന്ന ദിന്ന തെക്കിട്ട് ദാദർ തെക്കിട്ട് ഗൃതാതിക്കിട്ട് ദിന്ന ഗിന്ന കെത്തിട്ട് ദാഗതിട്ട് 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 ദാദൃ 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 ഗത്തതാ ഗത്തതാ ദാദൃ 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 ഗത്തതാ ഗത്തതാ ദാദൃ 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 ഗത്തതാ ഗത്തതാ ദാദിൻ ദിന്ന ത്രികിധിങ്ങിന നന്നകിധിന്ന ജാൽത്രത്താണെന്ന് പറയും. ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. താങ്കളുടെ ഈ പറഞ്ഞ തബല താളത്തിൽ നിന്ന് താങ്കൾ സ്റ്റേജിലേക്ക് വരുന്നു. സ്റ്റേജിൽ താങ്കൾ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. 7 ബഹുമതികൾ. നാടകത്തെ ഉപേക്ഷിച്ചിട്ട് സിനിമയിലേക്ക് പോയല്ലേ? ഉപേക്ഷിച്ചിട്ട് പോയിട്ടില്ല. ഉപേക്ഷിച്ച് പോയില്ല? അല്ല. ഇതാ വരുന്നു ഒരു ചോദ്യം. മാളയോട് എനിക്ക് 40-40 വർഷമായിട്ട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഞങ്ങളുടെ കാലാക്ക കുമാരൻ ചേട്ടൻ നല്ല കോമഡിയും സീരിയസും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങൾ കാളിദാസ കലാകേന്ദ്രത്തിൽ വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ എപ്പോഴും ഫൈറ്റിങ്. അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് കാലാക്കലിന് ഒരസുഖം വന്ന് ഡെയിലി നാടകവുമുണ്ട്.
അപ്പോഴത്തേക്ക് ഒരാളെ വേണമല്ലോ. അന്നേരം ഇങ്ങനെ കേട്ടിട്ടുണ്ട്, എൻ്റെ മാറ്റം പറഞ്ഞ് മാളയിലൊരു ഒരു ആക്ടറുണ്ട്, നല്ല പോലെ അഭിനയിക്കുകയും ചെയ്യും, നല്ല കോമഡി ചെയ്യും, ഇതെല്ലാം ചെയ്യും. നമുക്ക് മാളയെ ഒന്ന് വരുത്തിയാലെന്താ? മാളയെ തിരക്കി. അന്ന് മുതൽ ഞങ്ങൾ മാള വരെ എത്താൻ കഴിഞ്ഞില്ല. അപ്പോഴത്തേക്ക് സിനിമാ ലോകത്തേക്ക് അങ്ങ് കടന്ന് നാടകത്തിൽ നിന്ന്. ഇപ്പോഴും ആ വേക്കൻസി ഒഴിഞ്ഞു കിടക്കുകയാണ്. ആ 10-28 വയസ്സുള്ളൊരു റോളാണ് അന്ന് ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്നത്. ഇപ്പോഴും ആ വേക്കൻസി ഒഴിഞ്ഞു കിടക്കുകയാണ്. വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് കാളിദാസ കലാകേന്ദ്രത്തിൽ ജോയിൻ ചെയ്യണം. ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമായിരുന്നു. എൻ്റെ മഹാഭാഗ്യത്തിലൊന്നായി കാണുന്നത്. എൻ്റെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത വിജയകുമാരി ചേച്ചി എന്താ പറയുക, കാളിദാസ കലാകേന്ദ്രത്തിൽ ചെല്ലണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു നാടകത്തിലൊക്കെ. ഇതാണ് നിങ്ങൾക്ക് സ്വപ്നത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഈ ജംഗ്ഷനിൽ നമ്മൾ സാധ്യമാക്കുന്നത്. അതൊരു ഭയങ്കര സംഭവമല്ലേ ഇതൊക്കെ ഭയങ്കര ഭാഗ്യമല്ലേ. കാലാക്കൽ കുമാരൻ ചേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ, നമ്മളൊക്കെ ആക്ഷൻ ഇട്ടാണ് സാധാരണ നാടകത്തിലൊക്കെ കൂടുതലും. ഡയലോഗ് കൊണ്ട് വെറുതെ എറിഞ്ഞ് പിടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ ചാണകുരുട്ട് വരളി എന്നൊരു സാധനം ഉണ്ടല്ലോ, അത് ചെമരയിൽ ഇങ്ങനെ തറപ്പിക്കില്ല. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഈ സംഭവം. ഇപ്പോഴും ഒരു കഥാപാത്രത്തെ അവിടെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. അത് ഞാൻ എല്ലാം തയ്യാറാണെന്നേ. ഇപ്പോൾ ഈ ഇടയ്ക്കാണ് ചേച്ചിയായിട്ട് ഞാൻ ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റിയത് എനിക്ക്. കാരണം എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. താപ്പാന എന്ന് പറയുന്ന പടത്തിൽ ഒരു റൗഡി ലൈനിലുള്ള കഥാപാത്രം ചേച്ചി. എന്നെ കാലിന് സുഖമില്ലാത്തത് അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നടക്കാനൊക്കെ. അപ്പോൾ അന്ന് എന്നെ ഒരു വാക്കത്തേക്ക് വെട്ടിയിട്ട്, അതുകൊണ്ടാണ് എനിക്ക് നടക്കാൻ പറ്റാതെ. അങ്ങനെയാണ് ഞാൻ ചട്ടായതും അവിടെ ചട്ടമ്പി ആയതും എന്നൊക്കെ പറയുന്ന ഡയലോഗൊക്കെ ഉണ്ട് അതിൽ. താപ്പാന മമ്മൂട്ടിയൊക്കെ മെയിനായിട്ട് ചെയ്യുന്ന റോള് ചെയ്യുന്ന പടത്തിൽ. നാടകം ഇപ്പോഴും മാളച്ചേട്ടൻ്റെ നൊസ്റ്റാൾജിയാണ്. തീർച്ചയായിട്ടും ഒരു സംശയമില്ല. നാടകത്തിൻ്റെ കാര്യം കേൾക്കണോ? നാടകത്തിന് ഇപ്പം TG രവിയായിട്ടാണ് ആദ്യം. തൃശ്ശൂർ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. TG രവി, തിലകൻ, PJ ആൻ്റണി, NN പിള്ള, ഇവരൊക്കെ പിന്നെ പുലികളല്ല സിംഹങ്ങൾ. അപ്പോൾ ഇവരുടെ കൂടെ അഭിനയിക്കാൻ എൻ്റെ ഭാഗ്യം ഉണ്ടായില്ല. തിലഞ്ചേട്ടൻ്റെയൊക്കെ കൂടെ അഭിനയിക്കാൻ വെച്ചാൽ നിസ്സാര കാര്യമൊന്നുമില്ല. പിടിച്ച് നിൽക്കാന്നല്ല, പുള്ളി ചിരിക്കും ഞാൻ അഭിനയിക്കുമ്പോൾ. അതാ രസം. ഇത്ര വലിയ റഫാണെന്നൊക്കെ പറയുന്ന ആൾക്കാർ വെറും പാവാണെന്ന് മനസ്സിലായത് അപ്പോഴാണ്. അങ്ങനെ PJ ആൻ്റണി ചേട്ടൻ പറയുന്നത് കണ്ടില്ല, അല്ല മറ്റേ NN പിള്ള ചേട്ടൻ ഇങ്ങനെ ഞാനൊരു അഭിഭാഷകൻ്റെ കേസ് ഡയറി എന്ന് പറയുന്ന പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാറാണിയുടെ താഴെ അഞ്ഞൂറാൻ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. എന്താണ് പടം? ഗോഡ് ഫാദറിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വെറുതെ ചുമ്മാ കാണാനായിട്ട് അവിടെ ചെന്നപ്പോൾ തിരുവനന്തപുരം എന്നെ പിള്ളച്ചേട്ടൻ പറയാണ്, ഞാൻ മരിച്ചാൽ, എനിക്ക് ടോണൊന്നും അറിയില്ല, മിമിക്രി അറിയില്ല എനിക്ക്, ഞാൻ മരിച്ചാൽ നീ മാത്രം എൻ്റെ എൻ്റെ ചിതയിൽ തീ വയ്ക്കാൻ വരരുത്. ചിത എന്ന് പറയുന്നതൊക്കെ വളരെ ശരിയല്ല. കാരണം ചിതയും പട്ടടയൊക്കെ വന്നാൽ ഞാൻ മരിച്ചാൽ നീ മാത്രം എൻ്റെ പട്ടടയിൽ തീ വയ്ക്കാൻ വരരുത്. ശബ്ദം മാറി, ടോൺ മാറി, വികാരം മാറി. അങ്ങനത്തെ മഹാമനുഷ്യൻ. അദ്ദേഹത്തിനെ പറ്റി ഞാൻ പറഞ്ഞാൽ, അദ്ദേഹം മരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ക്യാപ്ഷൻ എഴുതി, നാടകസിംഹം മരിച്ചു, ഇരുമ്പ് തിരശ്ശീല വീണു എന്നാ. വിജയരാമൻ കേട്ടിട്ട് കരഞ്ഞു പോയത്. എന്തോന്ന് എനിക്കറിയാം. ഇനി പൊങ്ങൂലത്രേ, അത്ര വെയിറ്റാണ് തിരശ്ശീലയ്ക്ക്. ഇപ്പോൾ കളറബിളായില്ലേ നാടകങ്ങളൊക്കെ, സീരിയൽ മാതിരിയൊക്കെ ആയി. അപ്പോൾ ഒറ്റ കർട്ടൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നാടകം കളിച്ചിട്ട് ഇത്ര ആൾക്കാരെ വശീകരിച്ചെടുത്തിട്ട് നാടകത്തിൻ്റെ സ്റ്റൈൽ പോയി. കേരളത്തിൽ നാടകത്തെ നഷ്ടപ്പെട്ടു വരുന്നു. നിങ്ങളെപ്പോലുള്ള വലിയ അധികായന്മാർ നാടകം ഉപേക്ഷിച്ച് സിനിമയിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നതല്ലേ? നാടകത്തിലൊരു പ്രശ്നം കേൾക്കണോ? ഞാനൊക്കെ നാടകത്തിൽ അഭിനയിച്ചിരിക്കുമ്പോൾ 6 മാസം നാടകം, 6 മാസം പട്ടിണിയാണ്. അതിനൊരു പാട്ടുണ്ട്, കാടാറ് മാസം നാടാറ് മാസം. അതിൻ്റെ അപ്പുറത്തൊരു വേർഡും കൂടി ഉണ്ട്, കണ്ണീർ കടൽക്കര താമസം എന്ന് ഞാൻ പറയാം. ഇപ്പം കണ്ണീരില്ല സിനിമയിൽ വന്നതിന് ശേഷം, കടൽക്കര തന്നെയാണ് താമസം, കുഴപ്പമില്ല. താങ്കളുടെ ദാരിദ്ര്യം മുഴുവൻ സിനിമ മാറ്റിയോ? തീർച്ചയായിട്ടും. സമ്പന്നനാണോ? എന്തോ തർക്കേടില്ലാത്ത സമ്പന്നൻ. നാടകം എങ്ങനെ ഉണ്ടായിരുന്നു ഒരാളോട് ചോദിച്ചേ. നാരായണ ഇന്നലത്തെ നാടകം എങ്ങനെ ഉണ്ടായിരുന്നു? നാടകം തർക്കേടില്ല, വലിയ ഗുണവുമില്ല എന്ന്. അപ്പോൾ സാമ്പത്തികമായിട്ട് കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ താങ്കൾ സിനിമയിൽ നിന്ന് താങ്കൾക്ക് കിട്ടിയതിനെല്ലാം തൃപ്തനാണ്? ഞാൻ തൃപ്തനാണ്, തീർച്ചയായിട്ടും. ഇതുവരെ ജീവിച്ചതിന് തൃപ്തനല്ലേ. ഇത്ര ആൾക്കാർ കൂടെ അഭിനയിക്കാനും ഇത്ര കാലം വരെ ജീവിക്കാനും സാധിച്ചാലും ഞാൻ തൃപ്തനാണ്. പക്ഷേ നാടകവുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് താങ്കളെ നാടകത്തിൽ നിന്ന് അങ്ങോട്ട് പറിച്ചു മാറ്റാൻ അവർക്ക് ആഗ്രഹമില്ല. ഇപ്പോഴും ശ്രീ മാള അരവിന്ദ് എന്ന് പറഞ്ഞാൽ ആദ്യം അവർ പറയുന്നത് ഞങ്ങളുടെ ആളാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. സിനിമക്കാരിലിപ്പോൾ വേണമെങ്കിൽ അങ്ങനെ പറയാൻ വേണമെങ്കിൽ മടിച്ചാൽ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എനിക്ക് ചെറിയ ഉടക്കമൊക്കെ ഉണ്ടായിരുന്നു ആദ്യം.
എന്നാരും പഠിപ്പിക്കരുത്. അല്ല, ഉടക്ക് നിങ്ങൾക്ക് ഉടക്കൊന്നുമില്ല, അത്ര പുത്തിരിയൊന്നുമല്ലല്ലോ. ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ മാത്രം. ഉടക്ക് മാളച്ചേട്ടനൊരു പുത്തിരിയല്ലല്ലോ. ഇല്ല, അല്ല, എനിക്ക് ഉടക്ക് പ്രശ്നമല്ല. കാരണം വെച്ചാൽ ഞാൻ എന്നേക്കാൾ വലിയവരാണ് മറ്റുള്ളവർ എന്ന് ഞാൻ ധരിച്ചാൽ പിന്നെ ഞാൻ അവിടെ നിന്ന് ഉടക്കാനാ. ആ, എല്ലാവരും ഞാൻ ഇതിന് മുന്നിലേ കാണുള്ളൂ. പക്ഷെ ഉടക്കാറുണ്ടല്ലോ നന്നായിട്ട്. എവിടെ നിന്ന്? ഒറ്റ പ്രാവശ്യം മാത്രമേ ഉടക്കിയിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. അത്ര പ്രാവശ്യമായിട്ട് ഉടക്കിയുള്ളൂ, വേറെ ആരായിട്ട് ഉടക്കി. അന്നായിരുന്നു ആ ഉടക്ക്. ഉടക്കെന്ന് വെച്ചാൽ ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചു. ആ, അതിവിടെ പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. വിനയൻ്റെ പടത്തിന് അഡ്വാൻസ് വാങ്ങിച്ചു. എന്നെ വിനയൻ്റെ പടത്തിൽ അഭിനയിക്കേണ്ട എന്ന് അവർ പറഞ്ഞു. അമ്മ എന്ന് പറഞ്ഞ സംഘടന പറഞ്ഞു. ഞാൻ പറഞ്ഞു അഡ്വാൻസ് വാങ്ങിച്ചു പോയി, തിരിച്ചു കൊടുക്കുന്നത് ശരിയല്ല. അല്ല, ഇവിടെ പലരും തിരിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അവരുടെ അച്ഛനല്ലോ എൻ്റെ അച്ഛൻ. എനിക്ക് വാക്ക് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അഭിനയിക്കും. കാലൊടിഞ്ഞാലും ഞാൻ അഭിനയിക്കും. കാലൊടിഞ്ഞാൽ ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യും ഞാൻ. വീരപ്പൻ അങ്ങനെ ചെയ്തിരുന്നത് ഒരു കാലിൽ. പക്ഷെ മൃഗാദികളൊക്കെ നിശ്ചലമാകും. അപ്പോൾ അമ്മ എന്ത് പറഞ്ഞു? അമ്മ പറഞ്ഞു വെച്ചാൽ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം വിലക്കി. കുറച്ച് 3-4 പടം പോയി എൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ജീവിക്കാനുള്ള മാർഗ്ഗമില്ല, അതുകൊണ്ട് വേറെ മാർഗ്ഗമില്ല. അതുകൊണ്ട് ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ പറയുള്ളൂ. ഇവിടെയുള്ള സർവ്വ നടീനടന്മാരെയും സർവ്വ കലാകാരന്മാരും സംഗീത കലാകാരന്മാരൊക്കെ പാടി പുകഴ്ത്തി നടക്കുന്ന പുത്തൂരം വീടാകുന്ന അമ്മയുടെ അമ്മ എന്ന സംഘടനയുടെ അവിടെ പാടി പുകഴ്ത്തി നടക്കുന്ന പണനാരാണ് ഞാൻ. എല്ലാവരും ഇവർ നല്ലതേ പറയുള്ളൂ. ഒരക്ഷരം ഒരാളെ പറ്റി പറഞ്ഞിട്ടില്ല, ഒരു വേണ്ടാത്ത പറഞ്ഞിട്ടില്ല ഞാൻ. അപ്പം എനിക്കെന്തിനും പേടിക്കും? എനിക്ക് ദൈവത്തിനെ മാത്രമല്ല പേടിക്കുള്ളൂ. ഈ പാണനാരനെ പോലും അവർ വിലക്കിയിട്ട് ഞാൻ പറഞ്ഞെന്താ അറിയാമോ? നാടകമില്ലെങ്കിൽ അല്ല, സിനിമയില്ലെങ്കിൽ ഞാൻ നാടകത്തിൽ അഭിനയിക്കും. അല്ല, സിനിമയില്ലെങ്കിൽ ഞാൻ സീരിയലിൽ അഭിനയിക്കും. സീരിയലിൽ നിന്ന് വിലക്കി കഴിഞ്ഞാൽ ഞാൻ നാടകത്തിൽ അഭിനയിക്കും. നാടകത്തിൽ നിന്ന് വിലക്കി കഴിഞ്ഞാൽ ഞാൻ തബല വായിക്കും. ഇനി ഇത് 4ൽ നിന്ന് ഔട്ടായി കഴിഞ്ഞാൽ ഞാൻ നേരെ എൻ്റെ ഭാര്യയുടെ പഴയ സാരിയുണ്ട്, അത് കൂട്ടിക്കെട്ടി തെരുവ് നാടകം നടത്തുന്നു ഞാൻ പറഞ്ഞു. അങ്ങനെ ചങ്കൂറ്റുകൊണ്ടിരിക്കുക കാര്യം. ആരെങ്കിലും വിലക്കുമോ? ഈ പ്രായത്തിനൊന്നും മാളച്ചേട്ടൻ്റെ മനസ്സിലെ നിശ്ചയദാർഢ്യത്തെ തളർത്താൻ പറ്റിയിട്ടില്ല. ഇല്ല. ശാരീരികമായിട്ടുള്ള ചെറിയ അസ്വാസ്ഥ്യങ്ങളുണ്ടെങ്കിലും മനസ്സിൻ്റെ ആ ഒരു സ്ഥൈര്യത്തിനൊരു മാറ്റമില്ല. ഇല്ല. പഴയ പോക്കിരി തന്നെയാണ്. പോക്കിരി ഒന്നല്ല, ഒരുപാട് പോക്കിരിത്തരം ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം അങ്ങനെ ഒരു പോക്കിരിത്തരം ചെയ്യേണ്ടി വന്നുകൊണ്ട് ഞാൻ പറയണോ, ഒരു ചെറിയ അടി നടത്തിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അടിച്ചു? അടിച്ചു. പോലീസ് കേസ് ആവുന്നതിന് സ്ഥലം വിട്ടു. ആര് സ്ഥലം വിട്ടു? ഈ അടി കൊണ്ടവൻ. നമ്മൾ സ്ഥലം വിട്ടില്ല. എനിക്ക് പറഞ്ഞ ആവശ്യമില്ല. ഞാൻ പോലീസിൽ ആദ്യം സെലക്ടർ. ഇതാ വരുന്നു താങ്കളുടെ ഒരു കളിക്കൂട്ടുകാരൻ തന്നെ വരട്ടെ. ഹലോ, ഞാനും കൂടി ഉണ്ട്. പിന്നെ എനിക്കിങ്ങനെ ഒരു അവസരം ഉണ്ടാവുന്നതിന് കാരണം അളിയനാണ്. KK ഹരിദാസ് എന്ന് പറഞ്ഞ ഡയറക്ടർ ഞങ്ങളെ പേരിട്ടിരിക്കുന്നത് അയ്യപ്പനും വാവരും എന്നാണ്. കാരണം ഒരിക്കലും ഒരു പിരിയില്ല, അത്രയും ആത്മബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. പിന്നെ ആളെ ധൈര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം ഞാൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ധൈര്യം കാണുന്നത് ഈ മാളാരവിന്ദൻ്റെ. അതായത് ഞങ്ങൾ മദ്രാസിൽ പോകാൻ വേണ്ടി ഒരുങ്ങിക്കുന്ന സമയത്ത്, ട്രെയിൻ കാത്തു നിൽക്കുന്ന സമയത്ത് ഒരു വ്യക്തി, ആളെ പറയാൻ പറ്റില്ല, വന്ന് ഒരുപാട് അസഭ്യങ്ങളും കുറേ അപകടങ്ങളൊക്കെ നടത്തി. പക്ഷെ ഞാൻ അന്ന് വായന്നു. പക്ഷേ ഈ മാളാരവിന്ദൻ അവിടെ ഇട്ട് അവൻ അടിക്കുക ചെയ്തത്, ഓടിച്ചിട്ടടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ. സാർ എന്താണെന്ന് പറഞ്ഞാൽ, ഒരു പടത്തിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ അയാൾ, ഇയാളും എൻ്റെ പ്രൊഡ്യൂസറും കൂടി അവിടെ വന്നപ്പോൾ എനിക്ക് 30,000 രൂപ തരാണ്ടായിരുന്നു ബാലൻസ്. അപ്പം കാശ് വെച്ചപ്പോൾ അയാൾ എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ ഹോട്ടലുണ്ട് അവിടെ, അരുണോദയം ടൂറിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ചോട്ടിൽ ഇയാൾക്ക് വോട്ട് മാത്രം കച്ചവടമുള്ള ആളാണ് ഈ പ്രൊഡ്യൂസർ. അതിപ്പോൾ കാശ് നമ്മൾ 5-6 വോട്ടുകളൊക്കെ എടുത്തുകൊണ്ട് പോയാൽ പോരെയെന്ന് ചോദിച്ചു. ഞാൻ വോട്ട് വിളക്കിന് അഭിനയിക്കാൻ നടക്കുന്ന ആളല്ല, അതുകൊണ്ട് കാശ് കാണാൻ അയാൾ നല്ല സൂട്ട് കേസ് ഉണ്ടായിരുന്നു. ഒരൊറ്റ അടി തന്നെ ഞാൻ ഇങ്ങനെ തടുത്തു, അല്ലെങ്കിൽ മുഖത്തടിച്ചതിന്. പിന്നെ എനിക്ക് തോന്നിയ കാര്യമൊക്കെ ചെയ്തു, അത്രേ ഉള്ളൂ. തകർത്തു. മുണ്ട കഴിഞ്ഞു പോയി. ആരുടെ? അദ്ദേഹത്തെ ഹനുമാനായിട്ട് നിൽക്കുകയായിരുന്നു. അടി കഴിഞ്ഞ തുണിയിലായിരുന്നു. അബ്ദുള്ള ഓടിയില്ല. അബ്ദുള്ള ഓടുന്ന ആളല്ല, കളരിയ. അയ്യോ, ഓടുന്ന ആളൊന്നും പറ്റിയ കമ്പനിയാ കിട്ടിയേക്കുന്നത്. അസാധ്യം. 25-26 വർഷമായി. ഈ അബ്ദുള്ള സാഹിബ് എൻ്റെ അടുത്ത് വേറെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊന്നും പറയൂല, വെറുതെ. അത് പറയില്ല എന്ന് പറഞ്ഞാൽ ഏത് പറഞ്ഞ കാര്യം? എന്താണ് പറഞ്ഞത്? പെട്ടെന്ന് അത് പറയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറയില്ലെന്ന്. അത് പറയില്ലെന്നല്ല, എന്നാ അതും പറഞ്ഞു. ഏത്? അത് ഏതാണോ? ഇല്ല. ഒരു നാടൻ വരുന്നുണ്ടല്ലേ? ഒരുപാട് കുരുത്തക്കേടുകൾ നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്ത കാര്യം എടുത്ത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു സാർ ഇതൊന്നും പറയരുത് കേട്ടോ, ഇത് മാളച്ചേട്ടൻ്റെ വീട്ടിൽ പോലും അറിയാത്ത കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു. ഞാൻ പറയാമെന്ന് ഞാൻ പറയാം. അതാണ് സൈക്കാട്രിസ്റ്റ് നേരത്തെ പറയാൻ കാരണം.
എന്നിൽ നിന്ന് ഒന്നും കിട്ടില്ല മോനെ. ഞാനൊന്നും എനിക്ക് വേണ്ടല്ലോ. ഈ ചെയ്ത കുരുത്തക്കേടുകളെ കുറിച്ച് ഏകദേശം രൂപ ഇപ്പോൾ പ്രഷർ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയായിരിക്കുന്നു. നാടകത്തിലേക്ക് ഒരു പക്ഷേ വീണ്ടും തിരിച്ചു പോവുകയാണെങ്കിൽ അതേക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി ഒരാൾ, താങ്കൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ കാത്തിരിപ്പുണ്ട്. ആണോ? അതായത് നമുക്ക് കൊണ്ടുവരേണ്ട സമയമായിരിക്കുന്നു. വരട്ടെ. പെരുമ്പാവൂർ നാടകശാലയിൽ 70-71 കാലഘട്ടത്തിൽ നമ്മൾ സഹകരിച്ചിരുന്ന കാലത്ത് കുതിരോട്ടപ്പവും മാളാരവിന്ദനും MS നമ്പൂതിരിയും നെല്ലിക്കോട് ഭാസ്കരനും കുട്ടിയെടുത്ത് വിലാസിനെയൊക്കെയായിരുന്നു അതിലെ പ്രധാന അഭിനേതാക്കൾ. ആ കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ ക്ലേശങ്ങളിലും കൂടി നമ്മൾ കടന്നുപോയി. നമുക്ക് രണ്ടുപേർക്ക് ഇടാൻ എനിക്ക് 2 ഷർട്ട്, നിനക്ക് 2 ഷർട്ട്. അപ്പോൾ നമ്മൾ ഈ 2 ഷർട്ട് ഓരോ ആഴ്ചയും വെച്ച് മാറും. 2 ആഴ്ച മാളയിൽ എൻ്റെ ഷർട്ട് ഇട്ടുകൊണ്ട് നീ നടക്കും, നിൻ്റെ ഷർട്ട് ഇട്ടുകൊണ്ട് ഞാനും നടക്കും. നിനക്ക് ആ കാര്യമൊക്കെ ഓർമ്മയുണ്ടോ? നമ്മൾ ആ ഷർട്ട് മാറിയിട്ടതും 4 ഷർട്ടിൻ്റെ ഒരു ഇഫക്റ്റിലാണ് ഞാൻ ജീവിച്ചത്. 4 ഷർട്ടിൻ്റെ ഇഫക്റ്റിലാണ് നീ മാളയിൽ ജീവിച്ചത്. അതൊക്കെ നമുക്ക് മറക്കാൻ കഴിയില്ല. നീ അതൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. നീ അതൊക്കെ ഓർക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് ഞാൻ പറഞ്ഞു, എന്നോടത്ത് ചോദിച്ചു, ചേട്ടൻ ഇപ്പോൾ സിനിമയിലൊക്കെ ആയില്ലേ, എങ്ങനെയാണ്, സുഖമല്ലേ, സാമ്പത്തികമായിട്ടൊക്കെ വലുതായില്ലേ? ഞാൻ പറഞ്ഞു, എൻ്റെ പഴയ കാലഘട്ടങ്ങളിലെ ദുഃഖങ്ങൾ ആലോചിച്ച് അയവറക്കുന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ സുഖം. ഞാൻ പറഞ്ഞു, ഇപ്പോൾ പ്രസൻറ്റ് കണ്ടീഷനിൽ കാണുന്ന സുഖമല്ല എനിക്ക് വേണ്ടത്. ഈ വക കാര്യങ്ങൾ ശ്രീമൂലാര മോഹൻ എന്ന് പറയുന്ന കക്ഷിയാണ്, റൈറ്ററാണ്, ഉദ്യോഗസ്ഥനാണ്. ഇത് ശരിയാണ് പറഞ്ഞു, ഒരു അക്ഷരം പ്രതി ശരിയാണ്. ഞാൻ പറഞ്ഞ വാക്കിങ്ങനെ, എൻ്റെ പഴയ കാലഘട്ടങ്ങളിലെ ദുഃഖങ്ങൾ ആലോചിച്ച് അയവറക്കുന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ സുഖം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആരും പറയൂല. ഞാൻ മമ്മൂട്ടിയോട് സംസാരിച്ചു, പഴയകാലത്ത് സ്ഫോടനത്തിൽ വന്നപ്പോഴുള്ള കഥകളൊക്കെ ഓർമ്മ ഉണ്ടാകാമെന്ന് ചോദിച്ചു. ഞങ്ങളുടെ ഇടാപോടെ ഫ്രണ്ട്സാണ്. അതൊക്കെ ഇപ്പോൾ എന്തിനാണ് ആലോചിക്കുന്നത്? ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷൻ ആലോചിക്കുക. അതൊക്കെ ആലോചിച്ച് പറഞ്ഞ് മനസ്സ് മുണ്ടാക്കുന്നത് എന്തിനാണെന്ന്. എനിക്ക് പറ്റില്ല, അയാൾക്ക് പറ്റും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുക, തെറ്റായിട്ട് പറഞ്ഞതല്ല പുള്ളി. മനസ്സിലായി. എന്തിനാണ് ഓരോരുത്തരുടെ സ്വഭാവമാണ്. അതെ, എന്തിനാണ് താങ്കളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ എപ്പോഴും മനസ്സിലിട്ട് മന്നം ചെയ്യും. തീർച്ചയായിട്ടും പഴയതിലെ പല പല കാര്യങ്ങളും ഇങ്ങനെ ചകഞ്ഞെടുക്കുകയും മനസ്സിലേക്ക് വീണ്ടും ആവാഹിക്കുകയും ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള മുഹൂർത്തങ്ങൾക്ക് സാന്ദ്രത നൽകുന്നത് പാട്ടുകളാണ്. തീർച്ചയായിട്ടും നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ് താങ്കൾ, കലാകാരൻ. പാട്ടുകാരനല്ല, തരക്കേടില്ലാത്ത ഒരു തബലിസ്റ്റാണ്, അത്രേ ഉള്ളൂ. മോഹനൻ ചേട്ടൻ്റെ അടുത്ത് നിന്ന് 2 ഷർട്ട് മേടിച്ചിട്ട് തന്നെ 2 ഷർട്ട് മോഹനൻ ചേട്ടന് കൊടുത്ത് താങ്കൾ പറഞ്ഞ പോലെ 6 മാസത്തെ പട്ടിണിയും പരിവട്ടവും ഒക്കെയായി ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തെ സ്മരിക്കാൻ വേണ്ടി ഏത് വരികൾക്കാണ് അതിനോട് നീതി പുലർത്താൻ പറ്റുക? എനിക്ക് സിനിമകളിലെ പാട്ടിൻ്റെ 2 വരി അറിയാം, അത്രേ ഉള്ളൂ. മതി, ഈ 2 വരി വെച്ച് പിടിച്ചു. ബ്രഹ്മാനന്ദം പാടിയില്ല, നിർമാല്യം എന്ന് പറയുന്ന പടത്തിൽ. അങ്ങനെയൊക്കെയുള്ള ചില പഴയ പാട്ടുകളൊക്കെ ഇങ്ങനെ കിടക്കും. പിന്നെ ലേറ്റസ്റ്റ് പാട്ടുകൾ ഇഷ്ടംപോലെ ഉണ്ട്. നാടകഗാനമൊന്നും പറഞ്ഞില്ല എനിക്ക്. അതൊരു ശോകഗാനമായിരുന്നു, കോമഡി ശോകഗാനം. നോക്കട്ടെ. സിനി തിയേറ്റേഴ്സിൽ ഞാൻ അഭിനയിക്കുമ്പോൾ പ്രേമഗാനം അല്ല, എന്താ പറയുക, പ്രേമ നൈരാശ്യം വന്നിട്ട് ആത്മഹത്യക്ക് ഒരുങ്ങുക. അപ്പോൾ ഒരു പാട്ട് പാടണം. പക്ഷേ ഈ പാട്ടൊക്കെ നാടകത്തിൽ പാടിയിട്ടുണ്ടെങ്കിലും ഒരു പ്രണയ നൈരാശ്യവും മാളച്ചേട്ടനെ തൊട്ടു നീണ്ടിട്ടില്ല. ഇല്ല, അവിടെയും താങ്കളൊരു വില്ലാളി വീരനാണ്. ഇല്ല, ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം. അടിച്ചു മാറ്റിക്കൊണ്ട് പോകില്ല. അല്ലല്ല, വളരെയധികം സ്നേഹിച്ച് കല്യാണം കഴിച്ചൊരു പെൺകുട്ടിയാണ്. നല്ലൊരു ക്രിസ്ത്യാനി പെൺകുട്ടി അന്നക്കുട്ടിയെ അടിച്ചുകൊണ്ട് പോയി എന്നല്ലേ പറയുന്നത്? അതൊക്കെ അറിയാമല്ലേ? അതറിയാം. ശരി. അവളെ വീട്ടിൽ നിന്ന് ചാടിച്ചു പുറത്തേക്ക്? ചാടിച്ചില്ല, അവിടെ ചാടി വന്നതാ. അവളെ ചാടിക്കാനുള്ള വിരുദ്ധ ഇവിടെ ഉണ്ടായി. അവള് ചാടി തന്നെ. എൻ്റെ മാനേജർ അബ്ദുള്ള പറഞ്ഞ പോലെ സുന്ദരിയായിരുന്നു, ഇപ്പം ധന്വന്തരിയായി. കുഴമ്പൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കുക. എത്ര കാലം മജ്ജാന അടിച്ചു? 5 വർഷം. 5 വർഷം. എങ്ങനെയാണ് ആദ്യം തുടങ്ങിയത് സ്പാർക്ക്? ഞാൻ അവരുടെ സ്കൂളിലൊക്കെ പോയി തബലയൊക്കെ വായിക്കാൻ പോയി കണ്ട്. അപ്പോൾ തബല വായിച്ചപ്പോൾ കണ്ണവിടെയാണ് ആയിരുന്നു. തബലൻ്റെ മുകളിൽ വിരൽ മാത്രമേ ഉള്ളൂ? അത്രേ ഉള്ളൂ. എന്നിട്ട് കണ്ണ പറഞ്ഞത് കറക്റ്റാ. എങ്ങനെയായിരുന്നു ആദ്യത്തെ രംഗം? നോക്കട്ടെ. ആദ്യത്തെ രംഗം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമില്ലേ? എങ്ങനെ? ആവർത്തന വിരസത തോന്നും സാർ. അങ്ങനെ കുഴപ്പമുണ്ടല്ലോ. എന്തായാലും ഇപ്പോൾ മാളച്ചേട്ടൻ ഒരുപക്ഷെ ഈ പുതിയ തലമുറയ്ക്ക് അവരുടെ ഇപ്പോഴത്തെ പ്രണയവും പഴയകാലത്തെ മാളച്ചേട്ടൻ്റെ പ്രണയവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അന്ന് ഡിവൈൻ ലവ് ആണ്. ഡിവൈൻ ഭയങ്കര ദൈവിക സ്നേഹമായിരുന്നു, പ്രേമമായിരുന്നു. ഒറ്റ നോട്ടത്തിൽ പ്രണയമാണോ? ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു? ഒറ്റ നോട്ടം, ഒരു സെക്കൻഡ് വേണ്ടല്ലോ. അന്നക്കുട്ടി ഒറ്റ നോട്ടത്തിൽ അത് അങ്ങനെ അയക്കാം. പക്ഷെ അന്ന് പ്രണയം എന്നുള്ളതല്ല, ഇഷ്ടം എന്ന് പറയും. ഓക്കെ, അത് ആ നോട്ടത്തിൽ പ്രണയം വന്നപ്പോൾ അന്നക്കുട്ടിക്ക് പ്രണയം വന്നോ? അന്ന് പ്രണയമായിരുന്നു, ഇഷ്ടമായിരുന്നു. അന്നക്കുട്ടിക്ക് ഇഷ്ടം വന്നോ? ഓ, തീർച്ചയായിട്ടും. ആ ഒരു സ്പാർക്ക് കിട്ടിയോ? വൈബ് കിട്ടിയോ? കിട്ടി. എന്ത് സന്ദേശമാണ് അവൾ അയച്ചത്? കത്തിലൂടെ. അന്ന് ഫോണില്ലല്ലോ, കത്തല്ലേ. പ്രണയലേഖനം തുടങ്ങി. പ്രണയലേഖനം.
3-4 വർഷം പ്രണയലേഖനം തുടങ്ങിയ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തു. ആ പോരെ? അന്നക്കുട്ടിയുടെ വീട്ടുകാരെ സമ്മതിച്ചില്ല അത്? സമ്മതിച്ചില്ലല്ലോ, ഒരു ക്രിസ്ത്യനല്ലേ, ഞാൻ ഹിന്ദു അല്ലേ. ആദ്യം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, കുറേ കഴിഞ്ഞപ്പോൾ എല്ലാം ശരിയായി. ഇപ്പം അത് പ്രശ്നമല്ലല്ലോ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിംസും ഹിന്ദുക്കളും. അല്ല കാലഘട്ടം 71-ലാണ്. 71 ആ സാമൂഹ്യ സാഹചര്യത്തിൽ അതെ അതെ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടീനെ കണ്ണുവെച്ച് ഉടക്കി പ്രണയിപ്പിച്ച് തബലയെ കൊണ്ട് കുരുക്കി അവസാനം അവളെ ചാടിച്ച് കൊണ്ടുപോകുന്ന ചാടി പോകുന്ന അവളെ ചാടിപ്പിച്ചു. ചാടിപ്പിച്ചു പറയാം. ഒന്ന് കൈയടിച്ച് പാസ്സായി കൊടുക്കുക. താങ്കൾ ഈ അഭിനയ രംഗത്തൊക്കെ ഈ ചെറുപ്രായത്തിൽ പോകുന്നതിനോടുള്ള ഭാര്യയുടെ അഭിപ്രായം എന്തായിരുന്നു? നല്ല ജീവിക്കണ്ടേ, അഭിപ്രായം മോശമായി കഴിഞ്ഞാൽ എന്താ കാര്യം? പട്ടിണി ഇരിക്കണ്ടേ? നാടകത്തിൽ പട്ടിണി ഇരുന്നുണ്ടല്ലോ ഇഷ്ടം പോലെ. അന്നക്കുട്ടിയുടെ പേര് മാറ്റി ഇടയ്ക്ക്. പോവാ അതെന്ത് പറ്റുന്ന ആൾക്കാർ മുഴുവൻ ചോദിക്കും അന്നക്കുട്ടിയോ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു 71-ലൊക്കെ. ഗീത എന്നിട്ട് ഞാൻ ഗീത എന്നുള്ള പേര് എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ വായിൽ തോന്നി, അങ്ങനെ ഗീത എന്നിട്ട്. അതിനെന്താ, ആദ്യ പ്രണയമായിരുന്നു അന്നക്കുട്ടിയായിട്ട്? അത്രേ ഉള്ളൂ, വേറെ ആരായിട്ടും പ്രണയം ഉണ്ടായില്ല. പഞ്ചാര അടിച്ചിട്ടുണ്ട് പലരെയും. അത് അബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്. അത് അബ്ദുള്ള പറഞ്ഞു, അതിൻ്റെ ഉസ്താദായിരുന്നു. സ്നേഹം എന്ന് പറയുന്ന ഗീതയോട് ഇപ്പോഴും അതെ, എപ്പോഴും അതെ, എന്നും അതെ, മരിക്കുന്നവരെ. പക്ഷെ അന്നക്കുട്ടി ഭാഗ്യം കൊണ്ടുപോകുന്നു. എന്താ കാരണം അറിയോ? അന്നക്കുട്ടിയെ കെട്ടിയ ശേഷമാണ് സിനിമയിലേക്ക് ഒരു വരവ് വന്നത്. തീർച്ചയായിട്ടും. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അത് പലരും പറയാറുണ്ട്, പക്ഷേ ഞാനങ്ങനെ വിളിച്ചു പോകേണ്ട കാര്യമില്ലോ എന്ന് വെച്ചിട്ട് പറയാണ്ടിരുന്നതാണ്. പക്ഷെ പറയേണ്ടത് ഈ പ്രായത്തിലെങ്കിലും പറയണ്ടേ, അന്നക്കുട്ടി നീ കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ പൂത്തുളഞ്ഞത്. അത് വേണ്ട, അവൾ തലയിൽ കയറും. അത് വേണ്ട. 70-കളുടെ അവസാനം സിനിമയിൽ സജീവമാകുന്നു. ഫസ്റ്റ് സിനിമ, ആ ബ്രേക്ക് എങ്ങനെയായിരുന്നു മാളച്ചേട്ട? ബ്രേക്ക് എന്ന് പറഞ്ഞത് എന്നെ ശ്രീമൂലം വിജയൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, സർവകലാവല്ലഭനായിരുന്നു. അദ്ദേഹം മദ്രാസിൽ നിന്നൊരു ടെലഗ്രാം ചെയ്യും. ചേട്ടൻ്റെ ചേട്ടൻ? അതെ. 78-ൽ ഞാൻ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ച കൊല്ലം ആ നാടകം തിരുവനന്തപുരത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടെലഗ്രാം ചെയ്തു വീട്ടിലേക്ക്. സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി ടുഡേ എന്നാണ്. ഞാൻ പകരം വിളിച്ചാലോ എന്തിനാണെന്ന് മനസ്സിലായി എനിക്ക്. പ്ലീസ് സെൻഡ് എ പ്ലെയിൻ എന്ന് പറഞ്ഞ് ഞാൻ ഒറ്റ അടിച്ചു. അപ്പോൾ പുള്ളി ചിരിച്ചു. പിന്നെ ചേട്ടാ ഒരു സമയം എന്താ, ഞാൻ വരാമെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് അവിടെ പുറപ്പെടാൻ ട്രെയിനിൽ പോയി. അവിടെ ചെന്നപ്പോൾ വിജയേട്ടൻ PG വിശ്വംഭരൻ കൂടി ഒരുമിച്ച് അഭിനയിക്കുന്നത് മധുരിക്കുന്ന രാത്രി എന്ന് പറയുന്നൊരു പടം. അതിനു മുമ്പ് P ചന്ദ്രകുമാർ എന്ന് പറയുന്ന ഡയറക്ടർ ഡോക്ടർ ബാലകൃഷ്ണൻ സാറിൻ്റെ പടത്തിലേക്ക് ഞാൻ ചെറിയ ചെറിയ റോളുകളിലേക്ക് വിളിച്ചു. അങ്ങനെ അത് വലിയ മെച്ചമായില്ലെങ്കിൽ തന്നെ അതൊരു ഇൻസ്പിറേഷനായിരുന്നു എനിക്ക്. തല കാണിച്ചു, തലയല്ല മൊത്തം കാണിച്ചു, ഉടൽ കാണിച്ചു. അപ്പോൾ അതിൽ നിന്നൊരു ഇൻസ്പിറേഷനായി വന്നപ്പോഴത്തേക്കും വിജയേട്ടൻ എനിക്ക് വേണ്ട സപ്പോർട്ട് ചെയ്തിട്ട് മധുരിക്കുന്ന രാത്രി ഒരു പോലീസുകാരൻ കുട്ടമ്പിള്ള എന്ന് പറയുന്നൊരു കഥാപാത്രം. കുറേ കാലം പോലീസുകാരനായി നടന്നു. ഇല്ല, അങ്ങനെയൊക്കെ പോയി. സിനിമയിൽ കുറേ പോലീസുകാർ ഇഷ്ടം പോലെ അങ്ങനെയൊക്കെയാണ്. ആദ്യത്തെ വേഷം എന്തായിരുന്നു താങ്കളുടെ? ഒരു പ്രാന്തൻ്റെ വേഷമാണ്. അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യേണ്ടി വന്നില്ല. അതായത് വേറൊന്ന് തളിരുകൾ എന്ന് പറയുന്ന പടം ഡോക്ടർ ബാലകൃഷ്ണൻ സംവിധാനം ചെയ്യുന്നതാണ്. ഹരിഹരൻ അസോസിയേറ്റഡായിരുന്നു. അപ്പോൾ അതിൽ മദ്രാസിൽ വെച്ച് ഷൂട്ടിങ്. ഒരു പ്രാന്താശുപത്രിയിലെ പേഷ്യൻ്റാണ് നാഗേഷ്. അയ്യോ, നാഗേഷ് എന്ന് പറയുന്ന മഹാൻ ആരാണ്, എന്താണ് ഈ ലോകത്തിലെ ഒരാളില്ല അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റ്. ശിവാജി ഗണേശൻ, നാഗേഷ്, സത്യൻ, ഇങ്ങനെ പോകുന്ന ഇത്. പഴയ ആൾക്കാരെ പറ്റി പറയുമ്പോൾ ഈ മരിച്ചു പോയവരൊക്കെ തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ആദ്യം ഞാൻ P ഭാസ്കരൻ മാഷ കാര്യം പറയും, MS ബാബുരാജിൻ്റെ കാര്യം പറയും, തിലകഞ്ചേട്ടൻ്റെ കാര്യം പറയും, P ജാനിയുടെ കാര്യം പറയും, NM പിള്ളയുടെ കാര്യം പറയും. പിന്നെ തമിഴിൽ നിന്ന് ശിവാജി ഗണേശൻ, നാഗേഷ്, തങ്കവേലു, ഇത്ര ആൾക്കാരുടെ കാര്യം പറയും. ഇവരൊക്കെ തിരിച്ചു വരണം. അതോടൊപ്പം തന്നെ എൻ്റെ അനിയനൊരു എൻ്റെ സഹോദരൻ മരിച്ചുപോയി, രാമനാഥൻ എന്നായിരുന്നു എൻ്റെ പേര്. അവരും തിരിച്ചു വരണം. ആദ്യത്തെ രംഗം ഭ്രാന്തൻ്റെ ആയിരുന്നു. അതെ. ചിലർ പറഞ്ഞോ വേണോ ഈ ഫസ്റ്റ് ഷോട്ട് തന്നെ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഭ്രാന്തനായിട്ട് അവർക്ക് കുറേ ഭ്രാന്തന്മാരിങ്ങനെ ഗ്രൗണ്ടിൽ കൂടെ അങ്ങനെ ഡാൻസ് ചെയ്ത് പാൻറ്റിൻ്റെ ഒരു കാലിങ്ങനെ കയറ്റി വെച്ചാൽ ഭ്രാന്തനാകും, ബട്ടൺസ് തെറ്റിച്ചിട്ടാൽ ഭ്രാന്തനാകും എന്ന് പറയുന്നൊരു കൺസെപ്റ്റുള്ള കാലത്ത് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു പ്ലാവിൻ്റെ ചോട്ടിൽ പ്ലാവിൻ്റെ ഇലകളെ കൂട്ടി കുത്തിയിട്ട് ഒരു കിരീടം ഉണ്ടാക്കി. അതിനടുത്തുനിന്ന് ഒരു സ്വന്തമായിട്ട് ഈർക്കലുണ്ട് ഇങ്ങനെ കൂട്ടി കുത്തി കിരീടം ഉണ്ടാക്കി ഇങ്ങനെ വെച്ചു. ഒരു കഷ്ണം വടിയെടുത്തിട്ട് ഫ്ലൂട്ടായിട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ അത് നാഗേഷ് കണ്ടു. ഹലോ, വാടാ നീ வா, என்னையானோ வாடா இங்கே, நீ என் கூட ஆக்ட் பண்ண முடியுமா உங்களுக்கு? സാർ, ദൂരം നിന്നുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത യോഗ്യതയില്ലാത്ത ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുക. പകരൂ ഗാനരസം മനമേ
നുകരുഗാനരസം എന്നൊരു പാട്ടുണ്ട്. ബാലമുരളി കൃഷ്ണ പാടിയ പാട്ട് ഇദ്ദേഹം പാടുന്നു. ഇദ്ദേഹത്തിൻ്റെ മുകളിൽ തലയ്ക്ക് മുകളിൽ ഒരു ഉറുമ്പിനെ കൊണ്ടുവന്ന് വയ്ക്കുന്നു, പുളി ഉറുമ്പിനെ കൊണ്ടുവന്ന് വയ്ക്കുന്നു. ഗാമപ്പമ എന്ന് പറഞ്ഞിട്ട് ആക്ഷൻ കാണിക്കാം. ഉറുമ്പ് ഇതിലും കയറി. എന്നിട്ട് ഞാനവിടെ കിടന്നിങ്ങനെ ഫ്ലൂട്ട് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ നടുക്ക് കൂടി നട്ടിലുമ്പോൾ കൂടി കയറി ആണ് പോകുന്നു. ആ ഒരു ഷോട്ടാണ്. എന്നെ വിളിച്ചു ഇയാൾ, നീ നല്ല ആക്ടർ പണിയാണ്. ഹരിഹരൻ സാർ എന്താ അന്ന് എൻ്റെ എവിടെ വീട്, എൻ്റെ പേര് അഡ്രസ്സ് എടുത്തു. പിന്നെ മുത്തുച്ചിപ്പികൾ എന്ന് പറയുന്ന പടത്തിലാണ് അദ്ദേഹം വിളിച്ചത്. അപ്പോഴേ സാധ്യത ഉണ്ടായുള്ളൂ. സ്വന്തം തന്ത പടം എടുത്താൽ പോലും റോളില്ലെങ്കിൽ അച്ഛൻ വിളിക്കൂല എന്നെ, നീ വേറെ വല്ല പടത്തിൽ പോകാൻ പറയും. കോൺഫിഡൻസ് ആയോ ഫസ്റ്റ് വേഷം കൊണ്ട് തന്നെ? ഇല്ല, അത് ഇങ്ങനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഒന്നും ഉണ്ടായില്ല. പിന്നെ മധുരിക്കുന്ന രാത്രിയിൽ എനിക്ക് ധൈര്യപ്പെട്ട് വളരെ കോൺഫിഡൻസ് ആയി എനിക്ക്. 80കളായപ്പോഴേക്കും മാളച്ചേട്ടൻ തിരക്കേറിയ നടനാകും. അതെ, ലൊക്കേഷനിലേക്ക് ഓടുന്നു. 4 പടമൊക്കെ ഒരു ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ഷമിച്ചു എന്നൊരു വാക്ക്, അടുക്കാൻ എന്തെളുപ്പം, പണം വന്ന് കയറിയല്ലേ? അതെ പണം വന്ന് കയറിയിട്ടില്ല. പടത്തിന്റെ കൂടെ പണവും വന്നില്ലേ? ഇല്ല, അത്രയും വന്നില്ല. ഒരുപാട് പേര് പറ്റിച്ചോ? കുറേ ആൾക്കാർ, കുറച്ചാൾക്കാർ. എല്ലാവരും പറ്റിയെന്ന് പറയാൻ പറ്റില്ല. വണ്ടിച്ചക്കൊക്കെ നിർത്തി ഞാൻ. പക്ഷേ വണ്ടിയിൽ കൊണ്ടുപോയിട്ടുണ്ട് വണ്ടിച്ചക്ക് ഞാൻ. അത്രത്തോളം കിട്ടി. പക്ഷേ വീട്ടിൽ നല്ല സൗകര്യങ്ങൾ വർദ്ധിച്ചു. വലിയ സൗകര്യങ്ങളൊന്നുമില്ല. പഴയൊരു വീട്, 33 വർഷം വെച്ച ഒരു ചെറിയ വീട്, ഒരു ചെറിയ കുടുംബം, ഒരു കൊച്ചു ബാങ്ക്, അങ്ങനെയൊക്കെ ആയിട്ട് ജീവിക്കുക. മക്കളൊക്കെ ഒരുപാട് തിരക്കില്ലാത്ത നിലയിലെത്തിയിട്ടുണ്ട്. മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. 2 കുട്ടികളായ അവൾക്ക്. അവളുടെ മൂത്ത മോൻ BSc ഫൈനൽ ഇയർ പഠിക്കുന്നു. അപ്പു എന്നാണ് പേര്. അവളുടെ മകള് ദേവി. എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ചു. ഓക്കെ, മകൻ്റെ കല്യാണം കഴിഞ്ഞു. നല്ല സുഖ സൗകര്യത്തിലേക്ക്. ഇപ്പോൾ ദൈവം അങ്ങനെ പറയാണ്ടിരിക്കാൻ നോക്കി. 80കളിൽ ലൊക്കേഷനിലേക്ക് ഓടിക്കൊണ്ടിരുന്ന ശ്രീ മാള അരവിന്ദൻ മലയാള പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു സ്ഥിരപ്രതിഷ്ഠ നേടി. ആരാധകരുടെ എണ്ണം അങ്ങ് വർദ്ധിച്ചു. താങ്കളുടെ ഈ ശബ്ദവിന്യാസം കണ്ടറിഞ്ഞു എന്ന് പറയുന്ന പടത്തിൽ അഡ്വഞ്ചറസായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരാൾക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പേടിച്ചിട്ട് ചെയ്തൊരു പടമാണ്. നീ അറിഞ്ഞോ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. ഞാൻ മോഹൻലാലും കൂടി പാടി, ഒരുമിച്ച് പാടി പാട്ടല്ലേ? അതെ. അതൊന്ന് പാടണം. അയ്യോ, എനിക്ക് അത്ര വലിയ പിടിയില്ല. അല്ല, ഉള്ളത് നമുക്ക് ട്രൈ ചെയ്യാം. ഞാൻ വേണം ഇപ്പം അത് കാണിച്ചിട്ട് ഞാൻ പാടിപ്പിക്കാം. അത് മതി. അപ്പം കുറച്ചുകൂടി ഗ്രിപ്പ് കിട്ടും. അതിലേക്ക് പോയി അല്ലേ മനസ്സ്? ഒരു ഭയങ്കര സംഭവമായിരുന്നു. കാരണം അത് ഷൂട്ട് ചെയ്ത് കേട്ടാൽ പേടിയാവും. അടിയിൽ മിനി ബ്രൂട്ട്സ് എന്നൊക്കെ പറയുന്ന വലിയ വലിയ ലൈറ്റുകൾ ഒരു കുഴിയിൽ വെച്ചിരിക്കുകയാണ്. മുകളിൽ ഒരു ത്രാസാണ്. വയറ് മാത്രം കൊള്ളാവുന്ന തരത്തിൽ മോഹൻലാലും ഞാനും കൂടി കയറ്റിയിരുന്നിട്ട് അവർ പൊക്കും. അപ്പോൾ അടിയിൽ ലൈറ്റ് കത്തിച്ചിരിക്കുക. ഈയൽ കരിഞ്ഞ മണമൊക്കെ വരും. ഈയാനെന്ന് പറയില്ല, ഈയലോ എന്താ പറയുക, ആ ലൈറ്റുമ്മൽ വീണ്ടേ പച്ച മണം, കരിഞ്ഞ മണം വരും. അങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എവിടെ ഇട്ട് പിടിക്കും? കുതിച്ചു ഞാനാകെ കുഴ തെറ്റിപ്പോയി വീഴുമേ, അങ്ങനെയൊക്കെ വെള്ളിയൊക്കെ ഇട്ട്. നീ അറിഞ്ഞോ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. ആ സ്വർഗത്തിലെ ആ മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ ഇനി കുടിക്കാമല്ലോ. അയ്യടാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ആ പടത്തിൽ, ആ പാട്ടിൽ. അങ്ങനെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ മോഹൻലാൽ എന്നെ വളരെ സഹായിച്ചു എന്നുള്ളതാണ്. മൂക്കൂത്തി അതിലൊക്കെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ മിനി ബ്രൂട്ടിനടിയുന്ന ഒരു ചെറിയ തരി ചാരം വരുന്ന കാണാം. വേറെ എന്നെ ഒന്നും കാണില്ല. അത്ര ഹെവി ആയിരുന്നു അത്. ഒരു ബംഗാളി ക്യാമറാമാൻ അയാളാണ് ചെയ്തത്. ആ കുപ്പിയിലൊക്കെ ഇറങ്ങുന്ന ഒരു സീനൊക്കെ ഉണ്ടായി. അതൊന്നും ഇവിടെ ഇത്രത്തോളം ബുദ്ധിമുട്ടിയാണ് നിങ്ങൾ അഭിനയിച്ചെന്നുള്ള കാര്യമൊന്നും ആർക്കും അറിയില്ല. ശരിയാ. പക്ഷേ എൻജോയ് ചെയ്തല്ലേ? ഇന്ന് ഈ രംഗമൊക്കെ കാണുമ്പോൾ ആരെക്കൊണ്ടും ചെയ്യാൻ പറ്റില്ല കേട്ടോ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അത് വേറെ കാര്യം. വേറെ ആരെങ്കിലും മാളച്ചേട്ടാ ഇന്ന് ഈ രംഗങ്ങളൊക്കെ ഈ മാളച്ചേട്ടൻ ഇപ്പോൾ ടെലിവിഷനിൽ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? ഭയങ്കര ഫീലായിരിക്കുന്നു. അങ്ങനെ ഇനി ഒരു കാലത്തും അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളപ്പോൾ ദുഃഖം ഉണ്ടാവും. ദുഃഖമുണ്ട്, മനസ്സ് കരയും തീർച്ചയായിട്ടും. ഒരു ആരാധനയെ കൊണ്ടുവരട്ടെ. എന്തോ ഇവിടെ കരയുന്നതിന് മുമ്പ് ഞാൻ ഒരു ആരാധന കൊണ്ടുവരട്ടെ. നിങ്ങളുടെ കെയർ ഓഫിൽ ഞാൻ ഒരുപാട് നാളെ ജീവിച്ച ഒരു വ്യക്തി കൂടിയാണ്. അത് പറയാനാണ് ഞാൻ മെയിനായിട്ട് വന്നത് തന്നെ. കാരണം നിങ്ങളഭിനയിച്ച പടങ്ങൾ നല്ല റോളുകളിൽ അഭിനയിച്ച്, താറാവിലൊക്കെ അതിഗംഭീരമായിട്ട് അഭിനയിച്ചു. പക്ഷേ ഞാൻ ആ സിനിമ കാണാൻ ഇറങ്ങിയപ്പം എനിക്കാണ് ഒരുപാട് പേര് കരുതുന്നത്, മിസ് മാള വളരെ നന്നായിട്ടുണ്ട്, എന്താ നിങ്ങളുടെ അഭിനയം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആദ്യമൊക്കെ ഒന്ന് ചമ്മി. ഇനിയിതിപ്പം
പിന്നെ കുറച്ച് ഇപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു സുഖം, എടാ ഇത് കൊള്ളാമല്ലോ ഈ പരിപാടി, നമ്മൾ അഭിനയിക്കാതെ തന്നെ നമുക്ക് പേര് കിട്ടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പല ആളുകളിങ്ങനെ മാള അപ്പം എന്തോ എവിടെയൊക്കെ ഒരു സാദൃശ്യം ഉള്ളതുപോലെ ഒരു തോന്നൽ, അതുകൊണ്ടാവാം. അങ്ങനെ ഒരുപാട് കാലഘട്ടം നിങ്ങളെ കൊണ്ട് ഞാൻ ജീവിച്ചു. ഞാൻ അഭിനയിക്കാത്ത പടങ്ങൾ പോലും വളരെ പേര് പ്രസിദ്ധി അറിയിച്ച ഒരു സംഭവം നിങ്ങൾ മുഖേന എനിക്ക് കിട്ടി. അതിന് പ്രത്യേക നന്ദി. കുഞ്ചൻ എന്ന് പറയുന്ന നടൻ എൻ്റെ അങ്ങേരെ റോൾ മോഡലാണ് ഞാൻ. അങ്ങേരെ കണ്ടിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇത്ര ഹൃദയശുദ്ധിയുള്ള ഒരു ആക്ടർ ഇന്ന് മലയാള സിനിമയിൽ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഒരാളുണ്ടായിരുന്നു, ആലമൂടൻ ചേട്ടൻ. പിന്നെ എനിക്ക് ഏറ്റവും വലിയ കൂട്ട് കിട്ടിയ ഇദ്ദേഹമാണ്. പക്ഷെ കുഞ്ചൻ താങ്കളുടെ പേരും പറഞ്ഞ് ഒരുപാട് വസൂലാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് പുള്ളി പറഞ്ഞതുകൊണ്ടൊന്നുമല്ല, നേര് തന്നെയാണ്. താറാവിൽ ഏതാണ്ട് അഭിനയിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഇതേമാതിരത്തെ ഒരു ഫിഗറൊക്കെ ആയിരുന്നു ഞാൻ. അപ്പോൾ ആൾക്കാർ ഞാൻ ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് അല്ല, അന്ന് ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് അല്ല. താറാവ് താങ്കൾക്ക് വളരെ ശ്രദ്ധേയമായ റോള് തന്നതാണ്. അതെ അതെ അതെ. വേണം താങ്കളുടെ മനസ്സ് അങ്ങോട്ട് പോട്ടെ അങ്ങോട്ട് പോട്ടെ. നല്ല സ്റ്റീൽ ബോഡി ആയിരുന്നു കേട്ടോ. അല്ല, വണ്ണമില്ലായിരുന്നു എനിക്കൊന്ന്. പക്ഷെ സിനിമ കാണുമ്പോൾ അത്ര വണ്ണം തോന്നില്ല. ഇത് ആ കുട്ടിയില്ല, കറുത്ത കുട്ടി, കറുത്ത പെയിനുള്ളത്. അത് വയലാർ ഇവിടെ മകളാ, ചക്കി. ചക്കി. അയ്യോ, ജയസേട്ടൻ്റെ ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ പാടി അഭിനയിച്ച ഒരു റോളാണത്. മന്ദബുദ്ധിയാണ്, കൈയും കാലും വളഞ്ഞിരിക്കുന്നു. ഇതൊക്കെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് മാളച്ചേട്ടനെ പ്രാപ്തമാക്കിയത് എങ്ങനെയാണ്? വല്ല മന്ദബുദ്ധികളെ അനുകരിച്ചു? തീർച്ചയായിട്ടും. ഞങ്ങളവിടെ ഒരാളുണ്ടായിരുന്നു, നാട്ടുകാരുണ്ടായിരുന്നു. അമ്മ പറഞ്ഞയച്ചു 3 രൂപ തരാൻ പറഞ്ഞയച്ചു, ഇല്ലെങ്കിൽ 5 രൂപയെങ്കിലും തരാൻ പറഞ്ഞയച്ചു എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അത് ഇമിറ്റേറ്റ് ചെയ്യായിരുന്നു. ഭൂതക്കണ്ണാടിയിൽ അതുപോലെ തന്നെ ചേനൻ എന്ന് പറയുന്ന ഒരു കുരുടൻ്റെ അവിടെ അയാൾ ഒബ്സർവ് ചെയ്യായിരുന്നു. ഞാൻ അങ്ങനെ തന്നെ അത് പകർത്തിയതാണ്. ലോഹിയോട് പറഞ്ഞു? ലോഹിയുടെ പടം അല്ല, ഈ സിനിമ ഇത് ദാസേട്ടൻ പാടി സംഗീത സംവിധാനം നിർവഹിച്ച പാടാണ്. അതെ അതെ അതെ. പാടാൻ നല്ല രസമുള്ള പാട്ടാണ്. അതെ, പക്ഷേ എനിക്ക് പാടാൻ പറ്റില്ലല്ലോ, അത് ഞാൻ സിംഗറൈസ് ചെയ്യാനേ പറ്റുള്ളൂ. ദാസേട്ടൻ ഒരുപാട് പാട്ടുകൾ എനിക്ക് വേണ്ടി പാടിയിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നത് ശരിയല്ല. അദ്ദേഹത്തിൻ്റെ പാട്ടിന് ഞാൻ ഒരുപാട് ചുണ്ടാനക്കി എന്ന് പറയാനേ പറ്റുള്ളൂ. അത് അവിടെ നിൽക്കുന്നു, അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന ആളല്ലേ. നമ്മളൊരിക്കലും പറയാൻ ഈ പാട്ട് വളരെ ലളിതമായൊരു പാട്ടാണ്, കുഴപ്പമില്ല. അതായത് ആക്ടിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തക്കിത മുന്തെന്ത ഇങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. ടൈമിങ് കിട്ടണ്ടേ? ഒന്ന് പാടിക്കേ. തക്കിത മുന്തെന്ത അതാവേ തവിത്തു മുന്തെന്ത അതാവേ ഇത്തങ്കൂതാൻ നിനക്കു മുന്തൊരു കുത്തിത്താതാവ് കുത്തിത്താതാവ് കുനുങ്ങി അങ്ങനെ കൂടെ നടക്കും കുട്ടിത്താറാവ്. അത് വേറെ ഫീമെയിൽ വെർഷൻ, ആരാന്നറിയില്ല എനിക്ക്. നന്നായിരിക്കണം. മാളച്ചേട്ടാ, ഇതൊക്കെ എങ്ങനെ മനസ്സിലിങ്ങനെ സൂക്ഷിക്കും? ഇതെല്ലാം കൂടി വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് വിങ്ങില്ലേ സ്ഥലമല്ലേ ഈ രംഗങ്ങളെല്ലാം? അല്ല, രംഗങ്ങളൊക്കെ പെട്ടെന്ന് ഓർമ്മ കാണുമ്പോഴേ, ഇത് കാണാൻ സൗകര്യം. വീട്ടിലിങ്ങനെ കാര്യമായ തിരക്കൊന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തായാലും അന്നക്കുട്ടി എന്നുള്ള ഗീത ചേച്ചി ഇപ്പോൾ കുഴമ്പൊക്കെ ഇട്ടിരിക്കുകയാണല്ലോ. ഇല്ല, അത്രയില്ല, അത് വെറുതെ പറഞ്ഞ നല്ല ആരോഗ്യം. അത് ശരി. എന്നെ കൊണ്ട് അത് പറയിപ്പിച്ച അവസാനം എനിക്ക് ഓരോ തെറി മേടിച്ചു തരാനുള്ള പരിപാടിയാണ്. അത് അബ്ദുള്ള പറഞ്ഞത് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അബ്ദുള്ള പറഞ്ഞ മറ്റേ കാര്യം ഞാൻ പറയില്ല. അത് പറയില്ല. എന്നെ ഭീഷണിപ്പെടുത്തരുത്. ഞാൻ അത് പറയില്ല എന്ന് പറഞ്ഞല്ലോ. താങ്കളുടെ ആശ്വാസം.